സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരായ പലരും അവിടെ ഇരിക്കുകയാണ്. വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ചലച്ചിത്ര രംഗത്തുള്ള മഹാപ്രതിഭകൾ കെ ശ്രീരാമേട്ടനെ പോലുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. MV നാരായണ മാഷ് പോലുള്ള പ്രസിദ്ധരായിട്ടുള്ള നിരൂപകരും അക്കാദമിഷ്യൻസും ഉണ്ട്. ഇവരൊക്കെ വേദിയിലേക്ക് വരേണ്ടതാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി വിനയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിൻ്റെ ആഘോഷം എന്ന നിലയിൽ കേരളത്തിലെമ്പാടും സാംസ്കാരിക പ്രവർത്തകരും വായനശാല പ്രവർത്തകരും യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് ഒന്നിച്ചു നിന്ന് തുടർച്ചയായ പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട പലരും അപ്പുറത്താണ് ഇരിക്കുന്നത്, ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കണം. SFIയുടെയും DYFIയുടെയും നേതാക്കൾ ഉണ്ട്, അവർ കയറിയിരിക്കണം. ജില്ലാ നേതാക്കൾ വരണം, അപ്പോഴത് പൂർണ്ണമാവുള്ളൂ. പിന്നെ ഡോക്ടർ MB നാരായണൻ താഴെ ഇരിക്കുന്നുണ്ട്, VK ശ്രീരാമൻ താഴെ ഇരിക്കുന്നുണ്ട്. അവരും ഇവിടെയാണ് വേണ്ടത്. അവിടെ ഇരുന്നാലിത് പൂർണ്ണതയിലെത്തില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും അവരവിടെ ഇരുന്നാലും സംസാരിക്കുന്ന സമയത്ത് സംസാരത്തിന് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഷീല ഒന്നും മുകളിലേക്ക് കയറണം, ഡോക്ടർ D. ഷീല. എല്ലാവരുടെയും വേദി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. ഒരു ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. നമ്മളെ സജ്ജരാക്കുക എന്നുള്ളത്, ഇനി എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിന് ഒരു വലിയ തെളിവ് നമ്മുടെ മുന്നിൽ വന്നേക്കാണ് ഈ സിനിമ, എമ്പുരാൻ സിനിമ. വലിയ ഒരു തെളിവ്. ഇനിയും ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാം ഓരോ സമയത്തും എന്നുള്ളത് അതിന് യാതൊരു സംശയമില്ലാത്ത രീതിയിൽ. അപ്പോൾ നിൽക്കുന്ന ഇടത്തെ ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പോരാട്ടം തന്നെയാണ് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദാണ്. പ്രേംപ്രസാദിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കവി സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ KV അബ്ദുൽ ഖാദർ ഉണ്ട്. അബ്ദുൽ ഖാദറിനെ സ്വാഗതം ചെയ്യുന്നു. സിനിമാ രംഗത്തും സാഹിത്യ രംഗത്തുമായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പ്രേംലാൽ ഉണ്ട്, പ്രേംലാലിനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ C. രാവുണ്ണി ചടങ്ങിലുണ്ട്, രാവുണ്ണിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീലത വർമ്മയെ സ്വാഗതം ചെയ്യുന്നു. വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അശോകൻ ചെരുവിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തെ സംസ്ഥാനത്ത് നയിക്കുന്ന, ഈ സംഘടനയെ സംസ്ഥാനത്ത് നയിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഇവിടെ രൂപപ്പെടുത്താൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തെ സംസ്ഥാന തലത്തിൽ നയിക്കുന്നയാൾ അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ സ്വാഗതം ചെയ്യുന്നു.
ഡോക്ടർ ഡി ഷീല, മുരളി, ജിഷ്ണു സത്യൻ, പിന്നെ ശരത് പ്രസാദ് വരും. ശരത് പ്രസാദ് അങ്ങനെ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി ആരിബാബി ടീച്ചർ വേദിയിലുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. ജോയിൻറ്റ് സെക്രട്ടറി വി മുരളി വേദിയിലുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ താഴെയും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പലരും ഇരിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായി പ്രേംപ്രസാദിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസി എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം എല്ലാ ജില്ലകളിലും വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ്. തൃശ്ശൂരിലും അതിൻ്റെ ഒരു പ്രഥമ പരിപാടി എന്ന രീതിയിലാണ് ഇതിങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നൊരു പരിപാടിയാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തോട് ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ പരിരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമുള്ള തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങളൊക്കെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആമുഖമായി ഞാൻ സംസാരിക്കുന്നതിൽ ഒറ്റ കാര്യം മാത്രമുള്ളൂ. സംഘപരിവാർ ആരംഭിച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. സാഹിത്യരംഗത്തും കലാരംഗത്തുമൊക്കെ ദീർഘനാളുകളായി ഇവരിടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലത്ത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൊണ്ടാണ്. എമ്പുരാൻ എന്ന സിനിമ ഒരു ജനകീയ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായിട്ടോ ഒരു കോടതി ഇടപെടലിൻ്റെ ഭാഗമായിട്ടോ അല്ല സെൻസർ ചെയ്യപ്പെട്ടത് എന്നത് ഫാസിസം എങ്ങനെയാണ് അതിഭീകരമായ രീതിയിൽ രംഗത്തേക്ക് വരുന്നത് എന്ന രീതിയിലാണ് നമ്മളതിനെ നോക്കി കാണേണ്ടത്. കാരണം സ്വയം തന്നെ സെൻസർ ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ ഭയം നമ്മയൊക്കെ നയിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ സംഗതി എന്ന കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഫൂലെയെക്കുറിച്ചുള്ള സിനിമ അത് ബ്രാഹ്മണി ശക്തികളൊക്കെ തന്നെ സംഘം ചേർന്ന് അതിനെ എതിർക്കുന്നു. ഒരു ആദ്യ കട്ട് കഴിയുന്നു, വീണ്ടും ബ്രാഹ്മണിസത്തെ അലോസരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അത് കട്ട് ചെയ്ത് ആ സിനിമ ഇന്ന് എന്തായി എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം ഫൂലെമാരുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ബ്രാഹ്മണിക്കൽ വിമർശനം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന കാര്യം ആ ചരിത്രം അറിയാൻ നമുക്കൊക്കെ തന്നെ അറിയാം. അങ്ങനെ നിൽക്കുമ്പോൾ, ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലടക്കം ഈ രൂപത്തിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇരകൾ തന്നെ അതിന് തയ്യാറാവുന്ന രീതിയിൽ, സ്വയം സെൻസർ ചെയ്യാവുന്ന രീതിയിൽ. ഇത് മാത്രമല്ല, അത് രാംലാലിനെ പോലുള്ള ആൾ, ചലച്ചിത്രരംഗത്തോട് ശ്രീരാമേട്ടനെ പോലുള്ള ആളുകളൊക്കെ തന്നെ പറയും. അത് വാസ്തവത്തിൽ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കലാവിഷ്കാരം, നാടകം ചെയ്യുന്ന സമയത്ത് തന്നെ സ്വയം സെൻസർ ചെയ്യാൻ നിർബന്ധിതരാകുന്ന രീതി, അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ആലോചിച്ച് സ്വയം സെൻസർ ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് തീർച്ചയായും നമ്മളെയൊക്കെ തന്നെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നൊരു കാര്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും ഇങ്ങനെ കേരളത്തിൽ എമ്പാടും ഒരു ജനാധിപത്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക കൂട്ടായ്മ എങ്ങും ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിലും ഈ ആരംഭം നല്ല രീതിയിൽ തന്നെയാണ്. നമുക്കൊരു കമ്മിറ്റി എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സച്ചിദാനന്ദ മാഷ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.